Okay, so നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഇൻഫിനിക്സ് ഇന്ന് ലോഞ്ച് ചെയ്ത ഇൻഫിനിക്സ് നോട്ട് 10 ആണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് 6.95 ഇഞ്ചിൻ്റെ ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ. സോ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഡിസ്പ്ലേ ഉള്ള ഫോണാണ് ഇൻഫിനിക്സ് നോട്ട് 10. സോ തീർച്ചയായിട്ടും അത് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചർ തന്നെയാണ്. വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കെല്ലാം നോക്കാം. ഓക്കെ, സോ അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അതിനകത്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ ലേറ്റസ്റ്റ് ഇൻഫിനിക്സ് നോട്ട് 10ൻ്റെ പാക്കേജിങ്. നമുക്ക് ഈ ഒരു ഫോൺ പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. സോ ഇതാണ് മെയിൻ ബോക്സ് കണ്ടൻറ്റ്. ഓബ്വിയസ്ലി ഫോൺ ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റേഷൻ, സിലിക്കോൺ TPU കേസ് ഉണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടർ കൊടുത്തിട്ടുണ്ട്, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, ഓറഞ്ച് ആക്സൻ്റ് ഉള്ള Type-C കേബിൾ. തീർച്ചയായിട്ടും വലിയൊരു ഫോണാണ്, കാരണം ഇതിലുള്ളത് 6.95 ഇഞ്ചിൻ്റെ ഒരു യമണ്ടൻ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 6.95 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 7 ടാബ്ലറ്റ് ലെവൽ സൈസാണ് ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ്. ഇവിടെ റെക്ടാങ്കുലർ മോഡലുണ്ട്, ക്യാമറ മോഡലുണ്ട്. നമ്മുടെ കയ്യിലുള്ള വേരിയൻ്റ് ആണ് എമറാൾഡ് ഗ്രീൻ, പിന്നെ ബ്ലാക്ക് ആൻഡ് പർപ്പിൾ കളറും വരുന്നുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ്, അതിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിയൊരു ഫോണാണ്, വലിയൊരു ബാറ്ററി ഉണ്ട്, വലിയൊരു ഡിസ്പ്ലേ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സോ 208 ഗ്രാമാണ് എക്സാക്ട് വെയിറ്റ്. 8.8 mm തിക്നെസ്സും വരുന്നുണ്ട്. നമുക്ക് TPU കേസ് ഒന്ന് ഇട്ട് നോക്കാം. നോ ഇഷ്യൂ വിത്ത് ദ TPU കേസ്, നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ഫിറ്റും ആവുന്നുണ്ട്. സോ നോ ഇഷ്യൂസ്. ഫോണിൻ്റെ ടോപ്പ് കംപ്ലീറ്റ്ലി പ്ലെയിൻ ആണ്, സോ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നില്ല. വോളിയം റോക്കറും പവർ ബട്ടണും റൈറ്റ് സൈഡിലാണ്. പവർ ബട്ടൺ ഈസ് വിത്ത് ഫിംഗർ പ്രിന്റ് സ്കാനർ. സോ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് സിം ട്രേ, ബോട്ടം സൈഡിൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, മൈക്ക്, Type-C USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 6.95 ഇഞ്ചിൻ്റെ വലിയൊരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന IPS LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നുണ്ട്. 180 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് ഉണ്ട്. NEG ഡൈനോറെക്സ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ TUV റൈൻലൈൻ സർട്ടിഫിക്കേഷൻ, അതായത് ലോ ബ്ലൂ ലൈറ്റ് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നമ്മുടെ കണ്ണുകൾക്ക് വേണ്ടി കുറച്ചും കൂടെ സേഫ് ആണ്, അങ്ങനെയാണ് ഇൻഫിനിക്സ് പറയുന്നത്. ഇൻഫിനിക്സിൻ്റെ ഫോൺസിൽ നോർമലി വലിയ ഡിസ്പ്ലേസ് ആണ് വരുന്നത്, പക്ഷേ പണ്ട് അത് HD+ ആയിരുന്നു, ഇപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്തു. സോ ഈ ഫോണിൽ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സോ കുറച്ചും കൂടി ഷാർപ്പാണ്, നല്ല കോൺട്രാസ്റ്റ് ഉണ്ട്, കളർ റീപ്രൊഡക്ഷനും വ്യൂയിങ് ആംഗിൾസ് ഒക്കെ നല്ലതാണ്. അത്യാവശ്യം കനം കുറഞ്ഞ ബെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രോപ്പ് നോച്ച് അല്ല, പഞ്ച് ഹോൾ ക്യാമറയാണ് വരുന്നത്. സോ അതും ഒരു അപ്ഗ്രേഡ് ആണ്. സോ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്പ്ലേക്ക് ഒരു മോഡേൺ ലുക്ക് ഉണ്ട്. ഓൺലൈൻ സ്ട്രീമിംഗ് വെബ്സൈറ്റ് ആണെങ്കിലും നോർമൽ വീഡിയോസ് യൂട്യൂബ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു ഡിസ്പ്ലേയിൽ ആസ്വദിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയായിരിക്കും ഇൻഫിനിക്സ് നോട്ട് 10. ഈ ഫോൺ 2 RAM സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 4GB 64GB, 6GB 128GB, LPDDR4X RAM ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് ടൈപ്പ് eMMC 5.1 ആണ്. അറ്റ്ലീസ്റ്റ് UFS 2.1 കൊടുക്കേണ്ടതായിരുന്നു. eMMC സ്റ്റോറേജിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് ലേശം കുറവാണ്. നമ്മൾ UFS 2.1 കമ്പയർ ചെയ്യുമ്പം ലേശം കുറവാണ്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 ചിപ്സെറ്റ് ആണ് വരുന്നത്. 12 നാനോമീറ്റർ ഒക്ടാകോർ ചിപ്സെറ്റ് ആണ്. ഒരു ബഡ്ജറ്റ് ഗെയിമിംഗ് ചിപ്സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. G85 ബഡ്ജറ്റ് ഗെയിമിംഗ് ചിപ്സെറ്റ് ആണ്. ഞാൻ PUBG കളിച്ച് നോക്കിയിരുന്നു. നമുക്ക് മാക്സിമം സ്മൂത്ത് ആൻഡ് അൾട്ര, സോ മാക്സിമം FPS അൾട്ര വരെയാണ്. സോ സ്മൂത്ത് അൾട്ര HD സെറ്റിംഗ്സിൽ 30 FPS ആണ് കിട്ടുന്നത്. സോ സ്മൂത്ത് പ്ലസ് അൾട്ര ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അത്യാവശ്യം നല്ല ഗെയിം പ്ലേ കിട്ടുന്നുണ്ട്. ഞാൻ കളിച്ച് നോക്കിയിരുന്നു, ഒരുപാട് നേരമൊന്നും കളിച്ച് നോക്കിയില്ല, പക്ഷേ കളിച്ച സമയത്തൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് കിട്ടിയത്. അവിടെ ഇവിടെ ചെറുതായിട്ട് ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്, ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ഒരു കുറവുണ്ട്, കുറച്ചും കൂടി ഓപ്റ്റിമൈസ് ചെയ്യാനുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ഇതിൻ്റെ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പക്ഷേ ആ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ ഒരു ഡിസ്പ്ലേയിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നല്ലൊരു ഒരു എൻഹാൻസ്ഡ് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരണം അത്രയും വലിയൊരു ഡിസ്പ്ലേയിൽ കളിക്കുമ്പോൾ ഒരു നല്ലൊരു ഫീൽ ഉണ്ട്. eMMC 5.1 സ്റ്റോറേജ് ആയതുകൊണ്ട് ഗെയിമിൻ്റെ ലോഡിംഗ് ടൈം ലേശം കൂടുതലാണ്. ഓക്കെ, ലോഡിംഗ് ടൈം പിന്നെ മാപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ടൈമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, കാരണം eMMC സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് Android 11 വരുന്നുണ്ട് വിത്ത് XOS 7.6. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും ഈ ഒരു ലോഞ്ചർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകുന്നില്ല. പക്ഷേ പണ്ടത്തെ ഒരു XOS വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റിഫൈൻമെൻറ്റും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്, കുറച്ചും കൂടി സ്മൂത്ത് ആണ്. ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർസും തേർഡ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ ഇപ്പോഴുണ്ട്, പക്ഷേ അതിൻ്റെ എണ്ണത്തിൽ നല്ല കുറവ് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ ഇനിയും റിഫൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. ഈ UIയിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ ഫീച്ചേഴ്സ് കുറച്ചിട്ട് ഈ UIൻ്റെ ഒരു ഓപ്റ്റിമൈസേഷൻ, ഇതിൻ്റെ ഒരു ഫംഗ്ഷനിങ് കുറച്ചും കൂടി സ്മൂത്ത് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല യൂസർ എക്സ്പീരിയൻസ് കിട്ടും തീർച്ചയായിട്ടും. ഫോണിൻ്റെ ബാക്കിൽ 48 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി 2 ക്യാമറാസ് 2 മെഗാ പിക്സലിൻ്റെ മാക്രോ
2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറാണ്. ഡെപ്ത് സെൻസർ നമുക്ക് ഒഴിവാക്കാം. മാക്രോയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാൻ പറ്റും. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഞാൻ കൂടുതൽ മാക്രോ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ കളർ അവിടെ ഇവിടെ മാറുന്നുണ്ട്, പിന്നെ ലേശം ഗ്രെയിനിയൊക്കെയാണ്. സോ ഓക്കെയാണ്, ആവറേജ് മാക്രോ പെർഫോമൻസ് ആണ്. മെയിൻ ക്യാമറ പെർഫോമൻസ് ഡീസൻ്റ് ആണ്. സ്പെഷ്യലി ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ വലിയ കംപ്ലയിൻസ് ഒന്നും ഇല്ല. പക്ഷേ ഈ ഒരു ഹാർഡ്വെയർ വെച്ച് കുറച്ചും കൂടി ബെറ്റർ ഫോട്ടോസൊക്കെ ഇൻഫിനിക്സിന് വേണമെങ്കിൽ തരാൻ പറ്റും. ഓക്കെ, കുറച്ചും കൂടി ബെറ്റർ സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ ചെയ്യുകയാണെങ്കിൽ, ബെറ്റർ ഫോട്ടോ പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇനിയും നല്ല ഫോട്ടോസ് കിട്ടും. ഫോട്ടോസ് അവിടെ ഇവിടെ ലേശം സോഫ്റ്റ് ആയിട്ടാണ് വരുന്നത്, ഡീറ്റെയിൽസ് ഒക്കെ കുറവാണ്. 48 മെഗാ പിക്സൽ ഉണ്ടെങ്കിലും ആ ഒരു ഡീറ്റെയിലിംഗ് കിട്ടുന്നില്ല. ഈ ഫോണിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഉണ്ട്, പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടുന്നത് 8 മെഗാ പിക്സലിൻ്റെ ക്ലാരിറ്റിയെ കിട്ടുന്നുള്ളൂ. ഓക്കെ, 16 മെഗാ പിക്സലിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിലിംഗ് കിട്ടുന്നില്ല. ഫേസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ്, പിന്നെ ആ ഒരു ചെറിയ രീതിയിൽ വെളുപ്പിക്കലൊക്കെ നടക്കുന്നുണ്ട്. മെയിൻ ക്യാമറ ആണെങ്കിലും സെൽഫി ക്യാമറ ആണെങ്കിലും രണ്ടും വെച്ച് നിങ്ങൾക്ക് 2K at 30 FPS എടുക്കാൻ പറ്റും. നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പക്ഷേ വീഡിയോസിലും ആ ഒരു ക്ലാരിറ്റീൻ്റെ കുറവുണ്ട്. സോ വീഡിയോ പ്രോസസ്സിംഗ് ആണെങ്കിലും ഫോട്ടോ പ്രോസസ്സിംഗ് ആണെങ്കിലും ഇൻഫിനിക്സ് എന്ന കമ്പനി ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി ഉണ്ട്, പിന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ബോക്സിൽ തന്നെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ഉണ്ട്, ടോപ്പിൽ നമ്മുടെ ഇയർ പീസ് സ്പീക്കറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ലൗഡാണ്, നല്ല ക്ലിയർ ആണ്. DTS സറൗണ്ട് സൗണ്ടിൻ്റെ ഫീച്ചറും വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു അപ്ഗ്രേഡ് ഉണ്ട്. പണ്ടൊക്കെ റിയർ ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കും ഫാസ്റ്റ് ആണ്, സെക്യൂർ ആണ്. ഈ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റും വരുന്നുണ്ട്. ഇപ്പം ബാക്കി എല്ലാ ഫോൺസിൽ നിന്ന് എടുത്ത് മാറ്റിയ ഒരു ഫീച്ചറാണ്, പക്ഷേ ഇതിൽ നോട്ടിഫിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. ഡ്യുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. FM റേഡിയോൻ്റെ ഫീച്ചർ ഉണ്ട്. വൈഡ് ബാൻഡ് L3 സർട്ടിഫിക്കേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അത് അപ്ഡേറ്റിലൂടെ L1 ആക്കണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓൺലൈൻ വെബ്സൈറ്റിൽ ഫുൾ HD കണ്ടന്റ് കാണാൻ കഴിയില്ല. സോ തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. ക്യാമറ ടു APIൻ്റെ ഓപ്ഷൻ ഉണ്ട്. SAR വാല്യൂ അണ്ടർ ലിമിറ്റ് ആണ്. സോ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, ഈ ഫോണിൻ്റെ മെയിൻ സെല്ലിംഗ് പോയിന്റ് ഇതിൻ്റെ ഡിസ്പ്ലേ പ്ലസ് ഒരു ബഡ്ജറ്റ് ലെവൽ പെർഫോമൻസ് ആണ്. തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഒരു സംശയം വേണ്ട. സോ നിങ്ങൾക്ക് ഈ വലിയ ഡിസ്പ്ലേയിൽ ഫോട്ടോസും വീഡിയോസും യൂട്യൂബ് ഒക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ കിട്ടില്ല. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 10,999 ആണ് ബേസ് വേരിയൻറ്റ്, ടോപ്പ് വേരിയൻറ്റ് 11,999. സോ തീർച്ചയായിട്ടും ഒരു എഗ്രസീവ് പ്രൈസിംഗ് ആണ് ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ നോർമൽ യൂസിൽ അങ്ങനെ ഇഷ്യൂ ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. അത്യാവശ്യം ഗെയിമിംഗ് ബഡ്ജറ്റ് ലെവൽ ഗെയിമിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ബാക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും നിങ്ങളുടെ കമൻറ്റും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ഫെറ്റെക് സൈനിങ് ഓഫ്. Goodbye.